ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ കാറ്റത്തി കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ സുഭാഷേട്ടൻ്റെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ട് സുഭാഷേട്ടന് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന നമ്മളെ ഹരീഷും മാത്രമല്ല കേട്ടോ, എല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിന് വേണ്ടിയിട്ടൊരു ആദ്യത്തെ പടി എന്ന നിലയിൽ ഇപ്പോൾ അവർ കള്ളജാതകം ഉണ്ടാക്കാൻ പോയിട്ടുണ്ടല്ലോ, അവിടെ പോയിട്ട് അതൊന്നും പറ്റില്ല, അതൊന്നും ശരിയാവില്ല, ഇത് സത്യത്തിന് നിരക്കാത്തതാണെന്നൊക്കെ പണിക്കർ പറയുന്നുണ്ടെങ്കിലും സുധീഷ് ഒരു വിധത്തിലൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ട്. കൂടെ ഹരീഷും കൂടി സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. അവസാനം അയാൾ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. പണിക്കർ എത്ര വേണമെങ്കിലും ഇവർ പൈസയൊക്കെ തരാമെന്ന് പറയുന്നുണ്ട് ആദ്യം. അങ്ങനെ ഒരു ജാതകം ഇവർ ഒപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ജാതകം ഏതൊരു ആളുടെ ജാതകവുമായിട്ട് നോക്കിയാലും പൊരുത്തപ്പെടണം, നല്ല ജാതകമായിരിക്കണം, എല്ലാ നല്ല കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടായിരിക്കണം, എല്ലാ യോഗങ്ങളും അതിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിപ്പിക്കുന്നത്. അവസാനം ആ പണിക്കർ തയ്യാറാവുന്നുണ്ട് എഴുതി കൊടുക്കാം. അങ്ങനെ ഒരു ജാതകം എഴുതി കൊടുക്കുന്നുണ്ട്. 2000 രൂപ വരും എന്ന് പറയുമ്പോൾ അതൊക്കെ വലിയ വിലയാണ്, അത്രയൊന്നും തരാൻ പറ്റില്ല, ഇപ്പൊ നിങ്ങൾ ഇത് പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് 2000 ഒന്നും കൊടുക്കാതെ അതിൽ കുറഞ്ഞ പൈസയൊക്കെ കൊടുത്തിട്ട് ഒരു ജാതകം ഒപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് പോയി, വീട്ടിലാണെങ്കിൽ എല്ലാവരും ഒരു അടുക്കും ചിട്ടിയൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്, വീട് വൃത്തിയാക്കുന്നുണ്ട്, എല്ലാവരും അതിൽ പങ്കിടുന്നുണ്ട് കേട്ടോ. സുഭാഷേട്ടൻ മാത്രം ഒന്നും അറിയുന്നില്ല, അച്ഛനും ഒന്നും അറിയുന്നില്ല കേട്ടോ. കാരണം പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ആൾ വരുന്നുണ്ട്, അതിന്റെ ഒരു ഒരുക്കങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ പോലെയല്ല, ഇവരങ്ങോട്ട് പോയി പെണ്ണ് കാണുന്നില്ല. പെണ്ണിന്റെ വീട്ടുകാർ ജാതകം ശരിയാണ്, ഓക്കെ ആണെങ്കിൽ മാത്രമേ അവരങ്ങോട്ട് പോയി പെണ്ണ് കണ്ടാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. കുറച്ച് വിശ്വാസമുള്ളൊക്കെ ടീമാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും സുഭാഷേട്ടൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവരുടെ അടുത്തും ഇവർ സംസാരിക്കുന്നുണ്ട്. ആദ്യം ഇവർക്ക് പറയാനൊരു ചടപ്പുണ്ട്, പേടിയുണ്ട്, സുഭാഷേട്ടൻ്റെ റിയാക്ഷൻ എന്താവുന്നൊന്നും അറിയാത്തതുകൊണ്ട്. എന്തായാലും പിടിച്ചിരുത്തി നമ്മളെ നിധി തന്നെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആദ്യം സുഭാഷേട്ടൻ ഒന്നിനും സമ്മതിക്കില്ല. പക്ഷെ നികേഷ് പറയുന്നുണ്ട്, ഞാൻ അനിയനാണ്, എനിക്ക് തന്നെ സുഭാഷേട്ടനെ റെഡിയാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട് നികേഷ് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് നല്ല ഷർട്ടും അതുപോലെ തന്നെ മുണ്ടൊക്കെ ഉടുപ്പിക്കുന്നുണ്ട്. സുഭാഷേട്ടനെ നല്ലൊരു സുന്ദര കുട്ടപ്പനാക്കുന്നുണ്ട് കേട്ടോ. അച്ഛനോടും പറയുന്നുണ്ട്, അച്ഛൻ എങ്ങോട്ടും പോവരുത്, ഇവിടെ ആളുകൾ വരും, അച്ഛൻ ഇവിടെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവസാനം അച്ഛനും സമ്മതിക്കുന്നുണ്ട്, മകന്റെ കല്യാണക്കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ വിചാരിച്ച് ആദ്യം തട്ടുമുട്ടൊക്കെ പറഞ്ഞെങ്കിലും അച്ഛനും വിചാരിക്കുന്നുണ്ട് ഇവിടെ നിൽക്കാന്ന്. അങ്ങനെ അച്ഛനും അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും വെയിറ്റ് ചെയ്യാൻ കേട്ടോ. പെണ്ണിന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. പെണ്ണ് വരുന്നൊന്നുമില്ല, വീട്ടുകാർ മാത്രമാണ് വരുന്നത്. എന്തായാലും ഒരു കാറിന്റെ സൗണ്ട് കേട്ടിട്ട് എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട്. മുന്നിൽ നമ്മുടെ പണിക്കരും ഉണ്ട്, സ്കൂട്ടി ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ കണ്ട പാടെ ഇവരെല്ലാവരും ഉമ്മറത്തേക്ക് പോകുന്നുണ്ട്. സുഭാഷേട്ടനോട് മാത്രം ഇപ്പൊ വരണ്ട, ഇവിടെ ഉള്ളിൽ നിന്നോന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും പോയി നോക്കുന്നുണ്ട്. അങ്ങനെ കാറ് നമ്മളെ ഫ്രണ്ടിൽ നിർത്തുന്നുണ്ട്. അങ്ങനെ സുധീഷ് പോയിട്ട് അവരോട് ഇറങ്ങാൻ പറയുമ്പോൾ 4 മണിയാവട്ടെ, അവർ സമയം കാലൊക്കെ നോക്കിയിട്ടാണ് ഇറങ്ങാൻ നിൽക്കുന്നത്. അപ്പോഴേ നമ്മുടെ സുധീഷിന് ചടച്ചിട്ടുണ്ട് ചെറുതായിട്ട്. കാരണം ഇത്രയ്ക്കും വിശ്വാസമുള്ള ഒരു ടീമിനെ അവൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പണിക്കരോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവരിങ്ങനെയൊക്കെ പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കുറച്ച് വിശ്വാസമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും കറക്റ്റ് 4 മണിയൊക്കെ ആയപ്പോൾ അവർ കാറിൽ നിന്ന് ഇറങ്ങി. അവരുടെ കൂടെ ഒരു ജോത്സ്യനും കൂടി ഉണ്ട് കേട്ടോ. അവര് ജോത്സ്യനെ കൊണ്ട് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, നടക്കുന്നുണ്ടോ. ആ സമയത്ത് തന്നെ ആ ജോത്സ്യനെ കൊണ്ട് ആ ജാതകമൊക്കെ നോക്കിയിട്ട് ശരിയാണോന്ന് നിശ്ചയിച്ചിട്ട് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതാണ് അവർ പറയുന്നത്. വന്ന സമയത്ത് തന്നെ അവർ ആദ്യമേ അത് പറയുന്നുണ്ട്, ജാതകം ശരിയായാലേ ഈ കല്യാണം നടക്കുള്ളൂ, അത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീടും ചെക്കൻ്റെ ജോലിയൊന്നും ഞങ്ങൾക്ക് അത്ര വിഷയമുള്ള കാര്യമല്ല, ഞങ്ങൾക്ക് ജാതകമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ചെക്കൻ്റെ ജാതകം ചോദിക്കുമ്പോൾ സുധീഷ് വേഗം പോയി ജാതകമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജോത്സ്യൻ നോക്കുമ്പോൾ അപ്പോഴേ പറയുന്നുണ്ട്, ഈ ജാതകം ശരിയാവില്ല, ഇത് നമ്മളെ കുട്ടിയായിട്ട് പൊരുത്തപ്പെടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സുധീഷും ഹരീഷൊക്കെ ഒന്ന് ഞെട്ടും. കാരണം ഏത് ജാതകവുമായിട്ട് പൊരുത്തപ്പെടണം എന്ന് ആവശ്യപ്പെട്ടിട്ട് ഒരു കള്ളജാതകം ഉണ്ടാക്കി വന്നതാണ്. യഥാർത്ഥത്തിൽ അത് സുഭാഷേട്ടൻ്റെ ജാതകമല്ല, സുഭാഷേട്ടൻ ജനിച്ച സമയം നോക്കി ഉണ്ടാക്കിയതൊന്നുമല്ല. അപ്പം എന്നിട്ടും എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു, നമ്മൾ പഠിക്കൽ നമ്മളെ പറ്റിച്ചു എന്നൊക്കെ ഇവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി നോക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഇത് ശരിയാവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അച്ഛനാണെങ്കിൽ ആ സമയത്ത് അപ്പോഴാണ് അറിയുന്നത് ഇവർ ജാതകം പുതിയത് ഉണ്ടാക്കിയ കാര്യമൊക്കെ. ഇത് എവിടുന്ന് ഈ ജാതകം നിങ്ങൾ എവിടുന്ന് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അത് പോയതാണല്ലോ, സുഭാഷേട്ടൻ്റെ ജാതകം കാണാതായപ്പോൾ ഞങ്ങൾ പുതിയത് ഒരെണ്ണം ഉണ്ടാക്കിച്ചതാണ്. അപ്പോൾ പണിക്കന്മാരൊക്കെ കുറ്റം പറയുന്നുണ്ട് കേട്ടോ, പണിക്കർ ശരിയില്ലാഞ്ഞിട്ടാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഏതോ ഒരു നല്ല പണിക്കരെ പേര് പറയുന്നുണ്ട് കേട്ടോ, ഭാസ്കരൻ അച്ഛൻ. ആ പണിക്കരാണ് സുഭാഷിന്റെ യഥാർത്ഥ ജാതകം ഉണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. അയാൾ പേര് കേട്ട പണിക്കരാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് പറയുമ്പോൾ കൂടെ വന്ന ജോത്സ്യനും പറയുന്നുണ്ട്, എനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവരെന്നോട് ഇന്നലെ ചോദിച്ച സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് ഓർമ്മയുണ്ടായില്ല, അവൻ്റെ ജാതകം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ജാതകം എടുക്കാൻ വേണ്ടിയിട്ട് മുറിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ. ഇന്നലെ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ജാതകത്തിന്റെ കഥ അച്ഛൻ പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് അച്ഛൻ ഇങ്ങനെ ഒരു സംഭവം പറയുന്നു. വെറുതെ ഇവരുടെ കാശും പോയി, ഇവർ ജാതകമൊക്കെ ഉണ്ടാക്കുകയും ചെയ്ത്. പക്ഷെ ഒറിജിനൽ ആണെങ്കിൽ വീട്ടിലിരിക്കുന്നുമുണ്ട്. എന്നാലും അച്ഛൻ പഴയ പെട്ടിയൊക്കെ തുറന്ന് സുഭാഷേൻ്റെ
ആണെങ്കിൽ ജാതകം തപ്പിത്തിരിഞ്ഞ് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയായി യഥാർത്ഥ ജാതകത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഈ ജാതകവും ശരിയാവില്ല. ഈ ജാതകം ഈ പെൺകുട്ടിയുമായിട്ട് എന്നല്ല, ലോകത്തൊരു പെൺകുട്ടിയുമായിട്ടും ഈ സുഭാഷ് എന്ന വ്യക്തിയുടെ ഈ ജാതകത്തിന്റെ ഉടമസ്ഥനുണ്ടല്ലോ അയാളുടെ കല്യാണം ശരിയാവില്ല. കാരണം അയാൾക്ക് പെണ്ണുങ്ങൾ വാഴില്ല എന്നാട്ടോ പറയുന്നത്. അയാൾക്ക് എന്നല്ല, അയാൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ബാക്കിയുള്ള ആണുങ്ങൾക്കും ഇവിടെ പെണ്ണുങ്ങൾ വാഴില്ല. ഇയാളുടെ ജാതക പ്രകാരം അങ്ങനെയാണ്, പെണ്ണ് വാഴാത്ത ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഭാസ്കരനച്ഛൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, അപ്പൊ എന്റെ ഭാര്യ പോയത് ഞാൻ കാരണമല്ല ഇവൻ കാരണമാണെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ സുഭാഷ് ചേട്ടന് ഭയങ്കര ഹേർട്ട് ആവുന്നുണ്ട്. സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട് ഇതൊക്കെ കള്ളത്തരമാണ്, അങ്ങനെയൊന്നുമല്ല, എന്റെ ഭാര്യ ഇവിടെ സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, ഞാൻ കല്യാണം കഴിച്ചതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ പണിക്കര് പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല, ഞാൻ ജാതകത്തിലുള്ളത് പറഞ്ഞെന്നേ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും വന്ന കൂട്ടര് പറയുന്നുണ്ട് അയ്യോ ഞങ്ങൾക്ക് ഇനി നടത്താൻ പറ്റില്ല, എന്തായാലും ഇത് എവിടെ പോയാലും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ജാതകം ശരിയായിട്ടില്ലെങ്കിൽ ഇത് നടക്കില്ലെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ഇവർ പറയുന്നത് കേട്ടിട്ട് നിധിക്കും സങ്കടമാവുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജാതകം മാത്രം ഫോണിൽ അയച്ചു തന്നിട്ട് നോക്കാമായിരുന്നല്ലോ, ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു, ഇത് കുറച്ച് മോശമായി പോയി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം കൂടെ വന്നൊരു പെണ്ണ് പറയുന്നുണ്ട് കേട്ടോ, അത് ഞങ്ങൾക്ക് വീടും പരിസരവും ഒന്ന് കാണണം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് നേരിട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ വലിയ രീതിയിലൊക്കെ അപമാനിച്ചിട്ടാണ് അവിടുന്ന് ഇറങ്ങി പോകുന്നത്. കാരണം ജോത്സ്യം പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇനി ആരെങ്കിലും പറഞ്ഞയച്ച ഒരു ടീമാണോ ഇവരൊന്നും നമുക്കറിയില്ല. എന്തായാലും സുഭാഷ് ചേട്ടന്റെ ജീവിതത്തിൽ ഇത് പുതിയൊരു അധ്യായമായി തന്നെ മാറിയിട്ടുണ്ട്. കാരണം ഇത്രയും കാലം അറിയാത്തൊരു സത്യം ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, സുഭാഷ് ചേട്ടന്റെ കല്യാണം എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു എല്ലാവരും. അതിനു വേണ്ടിയിട്ടാണ് ഹരീഷ് ആയാലും നികേഷ് ആണെങ്കിലും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. നല്ലൊരു ജീവിതം സുഭാഷ് ചേട്ടന് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇനി ഒരിക്കലും സുഭാഷ് ചേട്ടന് ഒരു പെണ്ണിന്റെ കൂടെയുള്ള ജീവിതം ഇല്ല, സുഭാഷ് ചേട്ടന് അങ്ങനെ ഒരു യോഗം ഇല്ല എന്നൊക്കെ അറിയുമ്പോൾ ഇവർക്കും സങ്കടമുണ്ട്. എന്തായാലും ഈ ഒരു ആളുകൾക്ക്, പറയുന്ന ആളുകൾക്ക് ജാതകത്തിൽ വലിയ വിശ്വാസം ഇല്ലെങ്കിൽ കൂടി ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടിയൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സുധീഷ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതിലൊന്നും സുഭാഷ് ചേട്ടൻ തളരരുത്, ഇതൊന്നും വിശ്വസിക്കാൻ പാടില്ല, ജാതകമൊന്നും ശരിക്കുള്ള കാര്യമൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരക്ഷരം പോലും സുഭാഷ് ചേട്ടൻ തിരിച്ചു പറയുന്നില്ല കേട്ടോ. അങ്ങനെ അവരുടെ അടുത്തുനിന്ന് സുഭാഷ് ചേട്ടൻ എണീറ്റ് പോയി റൂമിലിരുന്ന് കരയുന്നുണ്ട്. ആ വീട്ടിൽ കഴിഞ്ഞ നല്ല നല്ല നിമിഷങ്ങൾ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. നമ്മളെ നിധിയുടെ കൂടെ കഴിഞ്ഞ നല്ല നിമിഷങ്ങൾ, അനിയന്മാരുടെ കൂടെ കഴിഞ്ഞ നിമിഷങ്ങളൊക്കെ ആലോചിച്ചിട്ട് നന്നായിട്ട് കരയുന്നുണ്ട്. കാരണം വീണ്ടും ആ പണിക്കര് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിവേഴ്സ് ചെയ്തിട്ട് ആലോചിക്കുന്നുണ്ട്. കാരണം താൻ കാരണം ബാക്കിയുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടാണല്ലോ തൻ്റെ ജാതകദോഷം കൊണ്ടെന്ന് ആലോചിച്ചിട്ട് സുഭാഷ് ചേട്ടൻ ഭയങ്കരമായിട്ട് ദുഃഖിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇനി എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലായി കഥയിൽ. എന്തായാലും നമ്മൾ ആരും ഒരിക്കലും വിചാരിക്കാത്തൊരു ട്വിസ്റ്റ് തന്നെയായി സുഭാഷ് ചേട്ടൻ്റെ ജീവിതത്തിൽ. മേ ബി ചിലപ്പോൾ ഇതൊക്കെ തെറ്റായിരിക്കാം, പണിക്കര് കള്ളം പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ശരിയായിരിക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം എന്തൊക്കെ പുതിയ സംഭവങ്ങളാണ് കഥയിൽ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും സുനന്ദ സുഭാഷ് ചേട്ടന്റെ ജീവിതത്തിൽ വന്നു, അതുപോലെ തന്നെ ചാന്ദിനി വന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നുമല്ല, ആര് കണ്ടെത്തിയ ഒരു പെണ്ണാണെങ്കിലും, ആര് സുഭാഷ് ചേട്ടനെ കണ്ടെത്തി കൊടുത്തതാണെങ്കിലും സുഭാഷ് ചേട്ടൻ എന്തിനും തയ്യാറാണ്. ഏത് പെൺകുട്ടിയെ വിവാഹം കഴിക്കാനോ അവരുമായി പൊരുത്തപ്പെട്ടു പോകാനൊക്കെ സുഭാഷ് ചേട്ടൻ ഓക്കെ ആയിരുന്നു. പക്ഷെ ഇങ്ങനെയൊരു സംഭവം നമ്മളെ എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.